അസ്സലാമലൈക്കും, നമസ്കാരം. അഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായ ഭക്ഷണങ്ങളുടെ നാടാണ് തുർക്കി. അറേബ്യൻ വിഭവങ്ങളെ പോലെ തന്നെ ടർക്കിഷ് വിഭവങ്ങളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്ന് വളരെ രുചികരമായ ഒരു ടർക്കിഷ് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഒലീവ് മരങ്ങൾ ധാരാളമുള്ള നാടാണ് തുർക്കി. അതുകൊണ്ട് തന്നെ അവരധികവും ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത്. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈ ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ പേരാണ് ബസ്ലമ. കുബൂസിനോട് സാമ്യമുള്ള ഒരു ബ്രെഡാണ്, എന്നാൽ അതിനേക്കാൾ ടേസ്റ്റും രുചികരമായതുമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര വേണം, യോഗർട്ട് വേണം, ഈസ്റ്റ് വേണം, ഓയിൽ വേണം, ഉപ്പ്, വെള്ളം. ഈസ്റ്റ് നമുക്ക് ചെറിയ ചൂട് വെള്ളത്തിൽ ഒന്ന് കലക്കി വെക്കാം. ആദ്യം നല്ല ചൂടുണ്ടാകാൻ പാടില്ല, ഇളം ചൂട് വെള്ളത്തിലാണ് ഈസ്റ്റ് നമ്മൾ കലക്കി വെക്കുന്നത്. ഇനി മൈദപ്പൊടി 2 കപ്പാണ് എടുക്കുന്നത്. ആ 2 കപ്പ് മൈദപ്പൊടി ഒന്ന് അരിച്ചെടുക്കാം. 2 കപ്പ് മൈദപ്പൊടി അരിച്ചെടുത്തതാണിത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഇതെല്ലാം മിക്സ് ചെയ്യുക. ഉപ്പും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മൈദപ്പൊടിയിലെ എല്ലാ ഭാഗങ്ങളിലാണ് വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. അത്യാവശ്യം നല്ല ലൂസിലായിരിക്കണം കേട്ടോ നമ്മുടെ മാവ്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു ഒട്ടി പിടിക്കണ പരുവത്തിലായിരിക്കും ഈ മാവ്. അപ്പോൾ നന്നായിട്ട് ഒട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ലൂസിലായിട്ട് വന്നാലേ നമ്മളെ ബസ്ലമ നല്ല സോഫ്റ്റും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇനി നമ്മളെ കയ്യിൽ നന്നായി പൊടി ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് പാത്രത്തിൽ ഒട്ടി പിടിച്ചൊക്കെ ഒന്ന് അടർത്തി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് 2 ചെറിയ ടീസ്പൂണിന് നമ്മൾ 2 ചെറിയ ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിലാക്കിയിട്ട് നന്നായി ഒന്ന് തടവി കൊടുക്കുക. പാത്രത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നടന്ന് പോരാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം നല്ല ലൂസിലാണ് മാവ് ഇരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോഴേ നമ്മളെ ബസ്ലമ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഇത് നമുക്ക് കുറച്ച് മുകളിൽ ഓയിലാക്കിയിട്ട് ഒന്ന് തടവിയിട്ടൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലൊരു അടപ്പുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ എന്തെങ്കിലും ഇട്ട് നന്നായി അടച്ചു വെക്കാം. ഇനി ഇത് 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇതാ ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അതിപ്പോൾ തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് പാത്രത്തിൽ നിന്നൊന്ന് അടർത്തിയെടുക്കാം. നല്ല ലൂസിലാണ് കേട്ടോ മാവ്. ഇങ്ങനെ അഴിക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ബസ്ലമ കിട്ടുള്ളൂ. ഇനി മാവ് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് നമ്മുടെ കൈ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ തടവി കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് നീളത്തിലാക്കി എടുക്കുക. നല്ല ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മൈദപ്പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നീളത്തിലാക്കിയതിന് ശേഷം ഒന്ന് 4 പീസാക്കിയിട്ട്
നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര കട്ടി വേണമെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാനിതൊരു 4 എണ്ണം ആക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി ഇത് ഓരോ ഉരുളകളും നന്നായിട്ട് കുഴക്കണം. നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കണ പോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഓരോ ബോളുകളും കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഓരോ ബൗളും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. അതേപോലെ എല്ലാ ബൗളുകളും ചെയ്തെടുക്കാം. ഇപ്പോൾ 4 ബോളും ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരം നമുക്കിതൊന്ന് ഒരു ടർക്കി വെച്ചിട്ട് ഒരു നല്ല ടവൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇനി അരമണിക്കൂറിന് ശേഷം അത് തുറന്നിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കണം. ജസ്റ്റ് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ആദ്യം നമ്മൾ ബൗളാക്കി അത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഉരുട്ടി വെച്ച ആ ബൗൾ ഏതാണോ നോക്കിയിട്ട് അത് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കുക. നന്നായി പരത്തരുത്, ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ ഒട്ടുന്നുണ്ട്. ജസ്റ്റ് നല്ല മൈദപ്പൊടി, ഓവറായിട്ട് മൈദപ്പൊടി ആക്കരുത്. പരത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ കുഴലിലൊക്കെ ഒന്നാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. അങ്ങനെ ഈ 4 ബൗളുകളും അതേപോലെ പരത്തിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു തുണി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച ആ ബൗൾ തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് അതൊന്ന് നമ്മളെ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് നമുക്ക് ചുട്ടിടും. അത്യാവശ്യം വലുപ്പം എത്ര വേണ്ട വെച്ചാൽ നമ്മളെ പാനിൻ്റെ ആ വലുപ്പത്തിനനുസരിച്ച് ആ മാവ് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. നല്ലോണം തിന്നായിട്ട് പരത്തും ചെയ്ത്, എന്നാൽ നല്ല ഓവർ കട്ടി ഉണ്ടാവരുത്. ഒരു മീഡിയം കട്ടിയിലാണിത് പരത്തിയെടുക്കേണ്ടത്. ഇത് പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് ചൂടാവാൻ വെക്കാം. ഒരു 5 മിനിറ്റ് പാന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ബസ്ലമ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബസ്ലമ പരത്തി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട് പാന്. ഇനി നമുക്ക് നമ്മളെ ഈ പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം. കൈ വെച്ചൊന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ മുട്ട് ബബിൾസ് ഇങ്ങനെ വരുന്ന സമയമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റത്തെ മറിച്ചിടൽ. ഇനി നന്നായി കൈ വെച്ചിട്ട്, ചട്ടകം വെച്ചിട്ട് ആക്കരുത്, കൈ വെച്ചിട്ട് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം ആയും തോന്നുന്ന സമയത്ത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം നല്ലപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പൊങ്ങി വരും. 4ാമത്തെ മറിച്ചിട്ടുള്ള ആ സമയത്ത് ഓരോ ഭാഗവും പൊങ്ങി വരും. നമ്മൾ പൊങ്ങി വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ബാക്കിയുള്ള ഭാഗം കൂടി നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ ബസ്ലമ അടിപൊളിയായിട്ട് ഫുൾ ഭാഗവും നല്ല ബബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്ലമ റെഡിയായി ഏകദേശം. ഇനി ജസ്റ്റ് ഒന്നും കൂടി അപ്പുറം ഭാഗം കൂടി ഒന്ന് ഇതേപോലെ പൊങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ തന്നെ ബാക്കി ബോൾസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തൂവി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ തൂവി കൊടുക്കാം.
ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. കുബൂസിൻ്റെക്കാളും നല്ല ടേസ്റ്റാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്തൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ഞാനിതിലേക്ക് ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നല്ല ഷവായി ചിക്കൻ അല്ലെങ്കിൽ ബ്രോസ്റ്റൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനന്ന് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയതുകൊണ്ട് ചിക്കൻ ഗ്രേവി കൂട്ടിയിട്ടാണ് മക്കൾ, അതിൻ്റെ ചിക്കൻ്റെ പീസ് മാത്രം കൂട്ടിയിട്ടാണ് മക്കൾ കഴിക്കുന്നത്. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബൈ.